ഈ നിമിഷത്തെ മനോഹരമാക്കണമെങ്കിൽ ദൈവത്തിന്റെ മനോഹരമായ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. ഇന്ന് ട്രേഡിംഗ് ഇൻഡസ്ട്രി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞെട്ടി നിൽക്കുന്ന ഒരു ദിവസമാണ്. കാരണം ക്രിപ്റ്റോ ഇൻഡസ്ട്രി അത്രമാത്രം വലിയൊരു ബ്രേക്ക് സംഭവിച്ച ഒരു ദിവസമാണ്. പക്ഷെ ആ സമയത്തും വ്യത്യസ്തമായ ഒരു ട്രേഡിംഗ് ഇൻഡസ്ട്രി ലോകത്തുണ്ട് എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ആ സത്യം തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കാം ഈ മീറ്റിംഗ് ഹോളിൽ നിങ്ങൾ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ലൈഫിന്റെ തിരക്കിന്റെ ഇടയ്ക്കിൽ ഒരു 30 മിനിറ്റ് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. ആ ഇൻഡസ്ട്രിയുടെ പേര് വുഡ എന്നാണ്, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ഇതുവരെ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു സയൻസ്, അതാണ് വുഡ എന്ന പ്രൊജക്റ്റിലൂടെ ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പൊ ആശയം എന്താണ്? ആശയത്തിലൂടെ എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്? തീർച്ചയായും ആ സാധ്യതയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ സിസ്റ്റത്തിന്റെ പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് നേരിട്ട് കടക്കട്ടെ. ഈ പ്രോഗ്രാം വ്യത്യസ്തമായ ഒരു ആശയം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ആ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്ലൈഡ് ഷെയറിലേക്ക് ഒന്ന് വരട്ടെ. ഓക്കെ, വുഡ വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന ഈ പ്രൊജക്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട ഒരു ആശയമാണ്. മനുഷ്യന്റെ ബുദ്ധി തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ കോഡറായിട്ട് ഇവിടെ മാറിയിരിക്കുന്നത്. പക്ഷേ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ബ്ലോക്ക്ചെയിൻ ടെക്നോളജി ലോകത്ത് ഡെവലപ്പ് ചെയ്യപ്പെട്ട 2003 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരിക്കലും ക്രിപ്റ്റോ കറൻസി എന്ന ഇൻഡസ്ട്രി ലോകത്തില്ല. എന്നാൽ ലോകത്തെ ട്രാൻസാക്ഷൻ മീഡിയയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, പ്രസന്റ് ആയിട്ടുള്ള കറൻസി ട്രാൻസാക്ഷൻ സെക്ടറിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾക്ക് ഒരു പരിഹാരം വേണമെന്ന ചിന്തയിൽ നിന്നാണ് 2009 ബിറ്റ്കോയിൻ എന്ന പ്രൊജക്ട് ലോകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ബ്ലോക്ക്ചെയിന്റെ സാധ്യതകൾ അവർ ഉപയോഗിച്ചപ്പോൾ വളരെ മനോഹരമായ ഒരു സയൻസ് ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ടു. ആ സയൻസിലൂടെ ലോകം ഇന്ന് ഏറ്റവും വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന ആൾക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടു കൂടി പിന്നീട് ലോകത്ത് ഒരുപാട് സാധ്യതകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിലൊരു സാധ്യതയാണ് വുഡ എന്ന സിസ്റ്റത്തിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് വരാൻ പോകുന്നത്. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. അപ്പോൾ ഡിജിറ്റൽ അസറ്റിൽ നിലവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വാല്യൂ അപ്പ് എന്ന മീനിങ്ങിൽ എപ്പോഴും അപ്പായി പോകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? നോർമൽ ഡിജിറ്റൽ അസറ്റ് എല്ലാം തന്നെ ഒരു പ്രത്യേക കാൽക്കുലേഷന് വിധേയമാണ്. ആ കാൽക്കുലേഷന്റെ അടിസ്ഥാന തത്വം ഇത്രയേ ഉള്ളൂ: എത്ര അസറ്റ് ഉണ്ട്, എത്ര ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റി അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ അസറ്റിന്റെ വാല്യൂ കിട്ടും. ഉദാഹരണം, $1 വിലയുള്ള ഒരു അസറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. $10,000 ലിക്വിഡിറ്റിയും 10,000 കോയിനുമാണ് ഉള്ളതെങ്കിൽ $1 ഉണ്ടാകും. തർക്കമില്ല. ഇനി 10,000 തന്നെ വേണമെന്നില്ല കേട്ടോ. 1 ലക്ഷമെന്നോ 2 ലക്ഷമെന്നോ 10 ലക്ഷമെന്നോ ഒക്കെ ഫിഗർ എടുക്കാം. പക്ഷെ $1 വില വേണമെങ്കിൽ എത്ര ലിക്വിഡിറ്റി ഡിവൈഡ് ബൈ എത്ര കോയിൻ, ഇതാണ് എന്റെ കണക്ക്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ബയേഴ്സ് എത്ര വന്നാലും ഒരു സിസ്റ്റവും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകും. ബയേഴ്സിന്റെ മാർക്കറ്റിനെ കുറിച്ച് ആർക്കും ഒരു ടെൻഷനും ഇല്ല. ലോകത്തെല്ലാം അങ്ങനെ തന്നെയാണ്. ഏത് കമ്മോഡിറ്റി എടുത്താലും, ഗോൾഡ് എടുത്താലും, സിൽവർ എടുത്താലും, അല്ലെങ്കിൽ ഫോറക്സ് എടുത്താലും, ഷെയർ മാർക്കറ്റ് എടുത്താലും, ബയേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ടോ ആ പ്രൊഡക്റ്റ് വളരെ മനോഹരമായ രൂപത്തിൽ കയറിക്കൊണ്ടേയിരിക്കും, വില കയറിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ സെല്ലേഴ്സ് മാർക്കറ്റ് ഇൻക്രീസ് ആയാൽ അവിടെ ഡിമാൻഡ് കുറയും, വില കുറയും. സാധാരണ മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്ന ഓരോ ഡിജിറ്റൽ അസറ്റിന്റെയും ആ കാൽക്കുലേഷന്റെ ചില പ്രത്യേകതകളെ പൊളിച്ചെഴുതുകയാണ് വുഡ എന്ന പ്രൊജക്റ്റിലൂടെ. അപ്പൊ നിലവിലുള്ള കാൽക്കുലേഷൻ എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സെല്ലിംഗ് പോയിന്റിലേക്ക് വരുന്നു. $1 വിലയുള്ള സമയത്ത് ഒരു 1000 കോയിൻ ഒരാൾ സെല്ല് ചെയ്യുന്നു. അങ്ങനെ 1000 കോയിൻ സെല്ല് ചെയ്യുമ്പോൾ 1000 കോയിന് $1 പ്രകാരം $1000 കൊടുക്കണം ആ കസ്റ്റമർക്ക്. അത് എവിടെ നിന്ന് കൊടുക്കും? ആ ലിക്വിഡിറ്റിയിൽ നിന്ന് കുറയ്ക്കും. സ്വാഭാവികമായിട്ടും $9,000 ആയ ലിക്വിഡിറ്റി കുറയും. അപ്പോഴും 10,000 കോയിൻ തന്നെയാണ്. കോയിന്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകില്ല. കാരണം പ്രീ മൈൻഡ് ആയിട്ട് ഒരു എണ്ണം കോയിൻ വെച്ചിട്ടുണ്ട്. ആ കോയിന്റെ എണ്ണത്തിൽ യാതൊരു മാറ്റം ഇല്ലാത്തത് കൊണ്ട് ലിക്വിഡിറ്റി കുറയുന്നതിന്റെ ആനുപാതികമായി കോയിന്റെ പ്രൈസ് കുറയും. 90 സെന്റായി കുറഞ്ഞു. ഈ 90 സെന്റ് വിലയുള്ള സമയത്ത് ഒരു 5000 കോയിൻ സെല്ല് ചെയ്തു വിചാരിക്കുക. സ്വാഭാവികമായിട്ടും $4,500 വീണ്ടും കൊടുക്കണം. 9,000 $4,500 കുറഞ്ഞാൽ ബാക്കി $4,500. 10,000 കോയിൻ തന്നെയാണ്. കോയിന്റെ വില 45 സെന്റായിട്ട് കുറഞ്ഞു. വീണ്ടും ഒരു 6,000 കോയിൻ സെല്ല് ചെയ്യുന്നു. കാരണം സെല്ലിംഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാസീവായിട്ടുള്ള സെല്ലിംഗിലേക്ക് മാറും.
ഇന്ന് മാർക്കറ്റ് ഡൗൺ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരിക്കാം. കാരണം എന്താ, സെല്ലിംഗ് വന്ന് വില കൂട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാനിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആളുകൾ സെല്ല് ചെയ്ത് മാസീവ് സെല്ലിങ്ങിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും വില കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഈ സിസ്റ്റത്തിൽ സെല്ലിംഗ് വരും തോറും ലിക്വിഡിറ്റി കുറയുന്നുണ്ട്, കോയിന്റെ എണ്ണത്തിൽ മാറ്റമില്ലാത്തത് കൊണ്ട് പ്രൈസ് കുറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ 6000 കോയിൻ സെല് ചെയ്യുമ്പോൾ $1800 ആയിട്ട് ലിക്വിഡിറ്റി കുറയുന്നു, പ്രൈസ് $1.18 ആയിട്ട് മാറുന്നു. ഈ സമയത്ത് ഒരു 1000 കോയിൻ ഒരാൾ വാങ്ങാന്ന് വിചാരിക്കാം. ആ 0.18 പ്രകാരം 1000 കോയിൻ വാങ്ങുമ്പോൾ $180 അസറ്റിലേക്ക് വീണ്ടും കൂടും, ശരിയല്ലേ? സ്വാഭാവികമായിട്ടും വില 0.198 ആയിട്ട് കൂടി. അവൾ വാങ്ങുമ്പോൾ വില കൂടിയിട്ട് വിൽക്കുമ്പോൾ വില കുറയും. കാരണം വീണ്ടും അതേ 1000 കോയിൻ സെല് ചെയ്യപ്പെട്ടാൽ $1782 ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. 0.178 ആയിട്ട് വില കുറഞ്ഞു പോയി. സോ നോർമൽ ഡിജിറ്റൽ അസറ്റ് എല്ലാം തന്നെ ലിക്വിഡിറ്റി സീറോ ആയി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവസാനം കോയിൻ മാത്രം ബാക്കിയാവുന്നു. നമ്മൾ കേൾക്കുന്ന കഥ എന്തായിരിക്കും? കോയിനൊക്കെ ഇങ്ങനെ വാലറ്റിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല, പൈസയാക്കാൻ പറ്റുന്നില്ല. സിസ്റ്റം എന്ത് പറയും? ഞങ്ങൾ ഒരു അപ്ഡേഷനിലാണ്, ഞങ്ങൾ ബ്ലോക്ക് ചെയിൻ മാറി, അങ്ങനെ പല സ്റ്റോറിയും പറയും. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സമൂഹം ബുഡ എന്ന പ്രൊജക്ട് വരുമ്പോ തരിച്ചു നിൽക്കുകയാണ്. ഇത് അങ്ങനെയാണോ? ഇതങ്ങനെ ആകുമോ? ഇതിലെന്താണ് പ്രത്യേകതയുള്ളത്? കൃത്യമായൊരു കണക്കാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ കണക്കിലേക്കൊന്ന് നമ്മൾ കൊണ്ടുവരിക, മനസ്സിനെ കൊണ്ടുവരിക. ഇത് 100% വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബിറ്റ്കോയിൻ 2009 വിശ്വസിച്ച ആൾക്കാർ ഇന്ന് ഏത് ലെവലിൽ നിൽക്കുന്നോ ആ ലെവലിലേക്ക് എത്താൻ 100% ഈ പ്രൊജക്ട് നിങ്ങളെ സഹായിക്കും. എന്താണ് ബുഡയിൽ സംഭവിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, കോയിൻ സെല് ചെയ്യപ്പെടുമ്പോൾ അത്രയും കോയിൻ ബേൺ ചെയ്ത് കളയും. 2, എത്ര എമൗണ്ടിനാണോ സെല്ല് ചെയ്യേണ്ടത് അതിന് 90% മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കൂ. ഈ 2 സയൻസ് വളരെ മനോഹരമായ രൂപത്തിൽ ബുഡയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടപ്പോൾ ഓരോ സെല്ലിങ്ങും ഇവിടെ വില കൂടാൻ സഹായിക്കുന്ന രൂപം നമുക്ക് കാണാൻ സാധിക്കും. ബൈങ് എപ്പോഴും വില കൂടുമെന്ന് നമുക്കറിയാം. അത് ബുഡയിലാണെങ്കിലും നോർമൽ ഡിജിറ്റൽ അസറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ സെല്ലിംഗ് പോയിന്റ് കൂടിയാൽ ബുഡയിൽ വില കൂടും. സെല്ലിംഗ് പോയിന്റ് കൂടിയാൽ വില കൂടും. അതെങ്ങനെ? 1000 കോയിൻ സെല്ല് ചെയ്യുന്നു. നോക്കൂ, $10,000 കോയിൻ എന്ന കണക്ക് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. $1 വില. $1 വിലയുള്ള സമയത്ത് 1000 കോയിൻ സെല്ല് ചെയ്താൽ അവിടെ 90% കോയിൻ ഹോൾഡർക്ക് കൊടുക്കുമ്പോൾ $900 കൊടുക്കും, ബാക്കി $9,100 ഉണ്ടാകും. 1000 കോയിൻ സെല്ല് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കോയിൻ 1000 കോയിൻ കുറഞ്ഞ് 9000 കോയിൻ ആയിട്ട് മാറും. സോ 9100 ഡിവൈഡ് ബൈ 9000 എന്ന് പറയുമ്പോൾ $1.01 പ്രൈസ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും 5000 കോയിൻ സെല്ല് ചെയ്തു. 5000 കോയിൻ സെല്ല് ചെയ്യുമ്പോൾ $1.01 പ്രകാരമുള്ള എമൗണ്ടിന്റെ 90% എന്ന് പറഞ്ഞാൽ $4551 ബാലൻസ് വരുന്ന രൂപത്തിലേക്ക് സിസ്റ്റം എത്തും. അവിടെ 5000 കോയിൻ സെല്ല് ചെയ്യപ്പെട്ടപ്പോ 4000 കോയിൻ ആയിട്ട് കോയിന്റെ എണ്ണം കുറഞ്ഞു, 1.13 ആയിട്ട് പ്രൈസ് വീണ്ടും കൂടി. സോ സെല്ലിംഗ് കൂടുന്തോറും ഇവിടെ വില കൂടും നമുക്ക് കാണാൻ പറ്റുന്നു. ഈ ഒരു പ്രോസസ്സിന്റെ മാത്തമാറ്റിക്സ് ലോകത്ത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊരു സിസ്റ്റം ഉണ്ട്. അത് ടെതർ ഓഷൻ ആണ്. സെൽഫ് അപ്രീഷിയേഷൻ ഡെഫി പ്രൊജക്ട് ആണ്, ഒരു ഗുഡ പ്രൊജക്ട് ആണ്. വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് ആണ് ഈ സിസ്റ്റത്തിന്റെ തിയറി. tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഈ ആശയത്തെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും നോക്കി കാണണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ വേണം. ട്രസ്റ്റ് വാലറ്റ് പോലെ, മെറ്റാമാസ്ക് പോലെ, ടോക്കൺ പോക്കറ്റ് പോലുള്ള ഏതെങ്കിലും വാലറ്റ് ത്രൂ അല്ലാതെ ഈ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ സിസ്റ്റം 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള വിർച്വൽ ടോക്കൺ ആണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിലൂടെ അതിന്റെ എല്ലാ സാധ്യതയും എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. 2024 മാർച്ച് 20 ഈ സിസ്റ്റം ഓൺ ആയി. ടെതർ ഓഷൻ എന്ന പ്രൊജക്ട് BEP20 പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ 2024 മാർച്ച് 20 തന്നെയാണോ അത് നടന്നത്? നമുക്ക് ഇതിലെ BSC സ്കാന്റെ സിസ്റ്റത്തിൽ പോയാൽ ടെതർ ഓഷന്റെ സിസ്റ്റം എടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ ട്രാൻസാക്ഷനെയും ഡീറ്റെയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. കാരണം ഈ സിസ്റ്റം സെക്യൂർ ആണ്, ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള USDT ഉപയോഗിച്ചിട്ടാണ്. BEP20 USDT ഉപയോഗിച്ച് വാങ്ങാനും വിൽക്കാനും USDT മാത്രമേ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അത് റിയൽ ടൈം ആയിട്ട് നടക്കുന്നു എന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൂൾ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ആ ലിക്വിഡിറ്റി പൂളിന്റെ പവർ തന്നെയാണ് ഈ സിസ്റ്റത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഒരു കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഗവേണൻസ് സിസ്റ്റം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ സിസ്റ്റത്തിൽ കമ്മ്യൂണിറ്റി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. ലോകത്തെല്ലാം അങ്ങനെ തന്നെയല്ലേ? ഇന്നത്തെ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് അത്രമാത്രം താഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ആ സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി തന്നെയല്ലേ?
കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ പാനിക്കായി സെല്ല് ചെയ്തുകൊണ്ടായിരിക്കില്ലേ? ആരും സെല്ല് ചെയ്യാതെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും വില താഴില്ലല്ലോ. പക്ഷേ ഏതൊരു ഇൻഡസ്ട്രിയിലും നഷ്ടസാധ്യതയെക്കുറിച്ചുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും. ആ ടെൻഷൻ ആ കമ്മ്യൂണിറ്റിയെ പാനിക്കാക്കും, അവിടെ ഭീകരമായ സാഹചര്യം ഉണ്ടാകും. പക്ഷേ ടെതർ എന്ന പ്ലാറ്റ്ഫോമിൽ അത്തരം ഒരു പാനിക് സെല്ലിംഗ് വന്നാൽ പ്രൈസ് ബൂം എന്ന് പറഞ്ഞ് വില കൂടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തുകൊണ്ട്? ഇവിടെ സെല്ലിംഗ് വില കൂടാൻ വേണ്ടി സഹായിക്കും. ഇതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൽ ആരും ലൂസേഴ്സ് ആയിട്ട് വരില്ല എന്നുള്ളത് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കും, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ടെതർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ ഫിനാൻസിന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫ്യൂച്ചറിന്റെയും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായി മാറുക എന്നുള്ളതാണ്. സോ ആ ബ്രിഡ്ജ് 2024 മാർച്ച് 21 മുതൽ പണി തുടങ്ങിക്കഴിഞ്ഞു. ആ ബ്രിഡ്ജ് പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുക? 4 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ടെതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടിരിക്കും. പലപ്പോഴും ഈ ഒരു സയൻസ് പറയുമ്പോൾ ആൾക്കാർക്ക് പറയാൻ പറ്റുന്നത് ഏതൊരു റക്പുള, ഇതൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഓടിച്ചു പോകുന്ന സിസ്റ്റമാണ് എന്ന് പറയാനേ നമുക്ക് സാധിക്കൂ. പക്ഷെ റക്പുൾ അല്ല എന്ന് അടിവരായിട്ട് പറയാവുന്ന രൂപത്തിൽ ഇതിന്റെ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിന്റെ ഇതുവരെ സംഭവിച്ച ഹിസ്റ്ററി നമ്മളെ സഹായിക്കും. നമുക്കൊന്ന് പരിശോധിക്കാം ഇതിന്റെ ബ്ലോക്ക് ചെയിൻ. പ്ലാറ്റ്ഫോമിലൂടെ ഈ ബ്ലോക്ക് ചെയിനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. BP20 പ്ലാറ്റ്ഫോമിന്റെ ബ്ലോക്ക് ചെയിൻ നിങ്ങൾ എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. ലിങ്ക് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾ വിളിച്ച ആരാണോ അദ്ദേഹത്തെ സമീപിച്ചാൽ ലിങ്ക് കിട്ടും. ഇത് BSC സ്കാനിൽ ടെതർ എന്ന പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ടോക്കൺ ഹോൾഡിംഗ് എന്ന് പറയുന്നത് $36,675.42 ഉണ്ട്. അതായത് ഇപ്പോൾ ലിക്വിഡിറ്റിയിൽ അത്രയും ബാലൻസ് ഉണ്ടെന്നർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ മറ്റുള്ള വശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തീർച്ചയായും സോറി, സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആയി പോയായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, സോ ഇതിലേക്ക് നമ്മളൊന്ന് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്റെ സ്ക്രീൻ എന്തോ സ്റ്റക്കായി നിൽക്കുന്നു. സോറി, ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്തെടുക്കട്ടെ. നോക്കൂ, ഇവിടെ കാണുന്ന ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ കോൺട്രാക്ട് എന്ന മെനു നമ്മൾ നോക്കിയാൽ അതിൽ ടിക്ക് മാർക്ക് കാണാം. അതായത് ഇത് വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആണെന്ന് അതിന്റെ അർത്ഥം. കോൺട്രാക്ടിന്റെ നെയിം ടെതർ എന്നാണ്. അത് 200 റണ്ണുകൾ പൂർത്തീകരിച്ച് അതിന്റെ ഒപ്റ്റിമൈസേഷൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സോഴ്സ് കോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സോഴ്സ് കോഡിന്റെ പ്രോഗ്രാമിംഗ് മറ്റു കാര്യങ്ങളൊക്കെ പ്രോഗ്രാം അറിയാവുന്ന ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റീഡ് കോൺട്രാക്ട് എന്നൊരു മെനു ഉണ്ട്. ആ മെനുവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം മെനുകൾ ഓരോന്ന് പരിശോധിക്കാൻ സാധിക്കും. അതിൽ 22ാമത്തെ മെനു എടുത്ത് പരിശോധിച്ചാൽ യൂസർ ID എന്ന് കാണാം. 864 മെമ്പേഴ്സ് ആണ് ഇതുവരെ ഈ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത്രയും ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ വലിയൊരു മാറ്റം ടെതർ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മാറ്റം അനുഭവിച്ച ആൾക്കാർ ഒരുപക്ഷെ മീറ്റിംഗ് ഹോളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടാകാം. ചെറിയൊരു കമ്മ്യൂണിറ്റി, അതായത് വളരെ നിസ്സാരം ആൾക്കാരിൽ മാത്രമേ ഈ ആശയം എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥമായ വസ്തുത. ഇനി ഈ വസ്തുതയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിനെയും ട്രാൻസാക്ഷൻ ഹെഡിങ്ങിൽ പോയി നമുക്ക് കാണാം. 1 മണിക്കൂർ മുമ്പ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അത് ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് കാണുന്നത്. ക്ലെയിം MLM എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറിന് മുമ്പ് ട്രാൻസാക്ഷൻ ഉണ്ട്. ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വീണ്ടും ട്രാൻസാക്ഷൻ ഉണ്ട്. 2 മണിക്കൂർ മുമ്പ് ഉണ്ട്. 4 മണിക്കൂർ മുമ്പുണ്ട്. 4 മണിക്കൂർ മുമ്പ് ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ഒരു ഇവന്റ് കാണുന്നുണ്ട്. ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വാല്യൂ, ടോക്കൺ ട്രാൻസ്ഫേഴ്സ് എന്ന ഹെഡിങ്ങിൽ പോയാൽ അതിന്റെ വാല്യൂ കാണാൻ സാധിക്കും. എത്ര എമൗണ്ട് ആണെന്ന് കാണാൻ സാധിക്കും. അത് 4.91, 0.58, 2.5, 1.21, അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകളുടെ ട്രാൻസാക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇവന്റുകളിലേക്ക് പോയാൽ ഈ ട്രാൻസാക്ഷൻസ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാമിലാണ് നടക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമാണ്, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്മാർട്ട് കോൺട്രാക്റ്റിലൊന്നും ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാണാനുള്ള അവസരം നമുക്കില്ല. ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. അത് ട്രാൻസ്ഫർ എന്ന രൂപത്തിലുള്ള ട്രാൻസാക്ഷനെ കാണാൻ പറ്റും. ഓരോ ട്രാൻസാക്ഷനും എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കുന്ന രൂപത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റാറില്ല. കാരണം ജസ്റ്റ് ട്രാൻസാക്ഷൻസ് മാത്രം ബ്ലോക്ക് ചെയിനിൽ നടക്കും.
ബാക്കി എല്ലാ ഇവന്റും ഒരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിൽ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് നടക്കുക. പക്ഷെ ഇവിടെ ഓരോ ആക്ടിവിറ്റിയും ബ്ലോക്ക് ചെയിൻ വഴിയാണ് നടക്കുന്നത്. 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അനലിറ്റിക്സ് എന്ന് പറഞ്ഞ മെനു എടുത്ത് നോക്കിയാൽ ഇതുവരെ നടന്ന ട്രാൻസാക്ഷൻസിന്റെ ഒരു ഗ്രാഫിക് പിക്ചറൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഈ സിസ്റ്റം തുടങ്ങിയ മാർച്ച് 20 ആ സമയത്ത് വളരെ നല്ലൊരു ബിസിനസ് വോളിയം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ ഗ്രാജുവൽ ഗ്രോത്തിന്റെ ഒരു സമയമാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ സിസ്റ്റം പഠിച്ചു മനസ്സിലാക്കി ഏറ്റെടുക്കുന്ന ആൾക്കാരുടെ ഒരു നിര സംഭവിച്ചതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിസ്റ്റം സക്സസ്ഫുൾ ആണെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഇവിടെ മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഈ സമയത്ത് വന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ഓരോ ആൾക്കാരും നാളെ നേടാൻ പോകുന്നത് കോടികളാണെന്ന കാര്യത്തിൽ ഈ ഗ്രാഫ് യാതൊരു സംശയവും നമുക്ക് തരുന്നില്ല. ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ് സുഹൃത്തുക്കളെ. ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഈ സിസ്റ്റത്തിൽ മിറാക്കിൾസ് ലോകത്ത് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. എങ്ങനെയാണ് ആ മിറാക്കിൾ ഉണ്ടാക്കിയെടുക്കുക? എങ്ങനെയാണ് ആ മിറാക്കിളിന്റെ അടിസ്ഥാനപരമായ ആ സയൻസിൽ നമുക്ക് എത്താൻ സാധിക്കുക? നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞു, ഈ സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ 4 മെയിൻ പോയിന്റ് ഉണ്ട്. അതിൽ ഒരു കാര്യമാണ് പ്രൈസ് അപ്രീസിയേഷൻ, 2 നോ റഗ് പുൾ എന്നുള്ളതാണ്, ഇത് ഓടിപ്പോകുന്ന സിസ്റ്റം അല്ല, 3 പ്രീ മൈൻഡ് കോയിൻ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ മില്യൺ ബില്യൺ കണക്കിലുള്ള കോയിൻ ഒന്നും ഇല്ല. ആരാണോ ആവശ്യക്കാരനായി വരുന്നത് അയാൾക്ക് മാത്രം കോയിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ആരുടെ കയ്യിൽ കോയിൻ ഉണ്ടോ അയാൾ സെല്ല് ചെയ്താൽ അപ്പൊ തന്നെ കോയിൻ ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. സോ ടോട്ടൽ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ ഈ സയൻസ് ഈ സിസ്റ്റത്തെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു വലിയ ഒരു മാനിപ്പുലേഷൻ ഒരിക്കൽ പോലും ഉണ്ടാകില്ല. കൃത്യമായ ഒരു അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സ്, അത് ബൈ നടക്കുന്ന സമയത്ത് 35%, 52% എന്ന ഒരു കണക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെൽ ചെയ്യുന്ന സമയത്ത് 10% ബേണിംഗ് എന്ന പ്രോസസ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ 35% എന്താണ്, ഈ 52% ഈ 10% എന്താണ്, ഈ ബേണിംഗ് എന്താണ്? ഇത് പഠിക്കാൻ പറ്റിയാൽ ടെതറോസ് എന്ന പ്രൊജക്ട് ലോകത്തെ ട്രെൻഡായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വുഡ ഇൻഡസ്ട്രിയിലെ ഏറ്റവും സക്സസ്ഫുൾ പ്രൊജക്ട് ആയിട്ട് ടെതറോസ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്ലൈഡാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ആ സ്ലൈഡിൽ ഒരു 16 ട്രാൻസാക്ഷൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് ഓരോന്നും ബൈയും സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബൈ നടക്കുമ്പോഴും സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഓരോ സെല്ല് നടക്കുമ്പോഴും സിസ്റ്റം എന്ത് ചെയ്യുന്നു. സിസ്റ്റം ചെയ്യുന്ന കാര്യം ഇതാണ്. സിസ്റ്റം തുടങ്ങിയത് ഫൈനൽ കോയിൻ 0 ആയിട്ടാണ്, ലിക്വിഡിറ്റിയും 0 ആയിട്ടാണ്. അതായത് കോയിന് വേണ്ടിയിട്ട് ഒരു പൈസ ഇവർ മുടക്കിയിട്ടില്ല. ഈ സിസ്റ്റത്തിൽ ആദ്യത്തെ ഒരു ബയർ വന്നപ്പോൾ $100 കൊണ്ടാണ് വാങ്ങിയത്. ബ്ലോക്ക് ചെയിനിൽ നേരത്തെ കാണിച്ച ബ്ലോക്ക് ചെയിൻ ലിങ്ക് നോക്കിയാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നത് $100 നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഒരു ബൈ റേറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 0.01 എന്നായിരുന്നു. പക്ഷെ ഞാനിവിടെ $1 എടുത്തിരിക്കുകയാണ്, കാരണം കണക്കൂട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ $100 കൊണ്ട് ഈ സിസ്റ്റത്തിൽ ഒരാൾ വന്നപ്പോൾ സിസ്റ്റം ചെയ്തത് ആ $100ന്റെ 52% ലിക്വിഡിറ്റി കയറ്റി. $52. ആ വന്ന എമൗണ്ടിന്റെ 35% വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ $100 35% വില എന്ന് എത്രയാ? $35 ആണ്. $1 വില അനുസരിച്ച് 35 കോയിൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോ ഒരു ഫൈനൽ കോയിന്റെ എണ്ണം വന്നു 35, ലിക്വിഡിറ്റി വന്നു 52. ലിക്വിഡിറ്റിയും കോയിന്റെ എണ്ണവും വന്നാൽ അപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പുതിയ ഒരു കോയിൻ പ്രൈസ് വന്നു 1.4857. അപ്പൊ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് സെറ്റായി. ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ബ്ലോക്ക് ചെയിനിൽ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എത്ര ഫണ്ട് വന്നോ അതിന് 52% ലിക്വിഡിറ്റി കയറും, 35% വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യും. എപ്പോ? അതിന് ആനുപാതികമായ ബൈ പ്രൈസിൽ. എത്രയാണോ ബൈ പ്രൈസ് ആ ബൈ പ്രൈസ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ കോയിന്റെ എണ്ണം വരും, ടോട്ടൽ ലിക്വിഡിറ്റി വരും, ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ ബൈ പ്രൈസ് വരും. പുതിയ ബൈ പ്രൈസ് വന്നാൽ അപ്പൊ തന്നെ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആകും. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ 4 ട്രാൻസാക്ഷൻ നടന്നപ്പോ ടോട്ടൽ കോയിന്റെ എണ്ണം 95.82 ആണ്, ലിക്വിഡിറ്റി 208 ആണ്. ഈ സമയത്ത് 5ാമത്തെ ട്രാൻസാക്ഷൻ 25 കോയിൻ സെല്ല് ചെയ്യുന്ന രൂപത്തിൽ കൊടുത്തു നോക്കൂ. കോയിൻ സെല്ല് ചെയ്ത് എന്ത് ചെയ്യും? ബേൺ ആവും. അപ്പൊ 95-ൽ നിന്ന് 25 ബേൺ ആയി, ബാക്കി 70.82 ആയിട്ട് കോയിൻ മാറി. 25 കോയിന് 1.7760 പ്രകാരമുള്ള പൈസ കൊടുക്കുമ്പോൾ അതിന്റെ 90% ലിക്വിഡിറ്റി ഇത് കുറയും. ബാക്കി 163.152 കോയിനായി, ഡോളറായി. സോ 163.15നെ 70.82 ഡിവൈഡ് ചെയ്യുമ്പോൾ അടുത്ത ഉത്തരം കിട്ടി 2.3036. വില കൂടി. 2.17-ൽ നിന്ന് 2.30 വില കൂടി. നോക്കൂ സുഹൃത്തുക്കളെ, വിറ്റാലും വില കൂടുകയാണ്. ഇങ്ങനെ വാങ്ങുന്നതിന്റെയും വിൽക്കുന്നവരുടെയും ട്രാൻസാക്ഷന്റെ എണ്ണം ലക്ഷക്കണക്കിന് നിങ്ങൾ ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ വർക്ക് ചെയ്ത് നോക്കിക്കോ. ഈ സിസ്റ്റത്തിൽ ഒരു കാരണവശാലും വില കുറയാൻ പോകുന്നില്ല. ലിക്വിഡിറ്റി ഒരിക്കലും 0 ആകാൻ പോകുന്നില്ല. കോയിന്റെ എണ്ണം വേണമെങ്കിൽ 0 ആയി പോവാം. കാരണം എന്താ? കയ്യിലുള്ള എല്ലാ കോയിനും എല്ലാവരും വിൽക്കുകയാണെങ്കിൽ പിന്നെ കോയിൻ ഉണ്ടാവില്ലല്ലോ, 0 ആകാം. പക്ഷെ ലിക്വിഡിറ്റി ഏറ്റവും അവസാനം ആൾ വിൽക്കുന്നത് എത്ര എമൗണ്ടിനാണോ അതിന്റെ 10% അപ്പോഴും ലിക്വിഡിറ്റിയിൽ ബാലൻസ് ഉണ്ടാകും. അവിടെ നിന്ന് വീണ്ടും സിസ്റ്റം കണ്ടിന്യൂ ചെയ്യും.
സോ ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ആരും കൺട്രോൾ ചെയ്യാതെ 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആയിട്ട് ടെതർ ഓഷൻ മാറിയിരിക്കുകയാണ്. ഇവിടെ റിയൽ ടൈം ബൈ സെൽ പ്രോസസ് ആണ്. സാധാരണ വിർച്വൽ ടോക്കൺസ് എല്ലാം വരുമ്പോൾ, പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിലുള്ള ടോക്കൺസ് വരുമ്പോൾ അതിന്റെ സെല്ലിംഗ് പ്രോസസ്സ് ഭയങ്കര ടഫ് ആയിരിക്കും. കൺവേർട്ട് ചെയ്ത് USDT ആക്കി മാറ്റുന്നെങ്കിൽ കുറെ കടമ്പകളൊക്കെ വയ്ക്കും. എന്തിനാണെന്നറിയോ? ആരും പെട്ടെന്നൊന്നും വിൽക്കരുത്. വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. വിൽക്കാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് അത്തരം കണ്ടീഷൻസ് വയ്ക്കുന്നത്. പക്ഷെ ടെതർ ഓഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങണം, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എത്ര ഡോളർ കൊണ്ട് വാങ്ങണം? വാലറ്റിൽ ഡോളർ ഉണ്ടെങ്കിൽ ആ ഡോളർ കൊണ്ട് നമുക്ക് അപ്പം തന്നെ വാങ്ങാം. അതിന് 35% കോയിൻ അപ്പം തന്നെ നമുക്ക് ലിക്വിഡിറ്റി കിട്ടും. ഒരു ഹോൾഡിംഗ് പീരീഡ്, സ്റ്റേക്കിംഗ് പീരീഡ്, ലോക്കിംഗ് പീരീഡ്, അങ്ങനെ ഒരു പീരീഡ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ വിൽക്കാം. വിൽക്കണോ? സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എത്ര കോയിൻ വിൽക്കണമെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കണ്ടിന്യൂ ചെയ്താൽ ആ ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ കൊടുത്താൽ മതി. അപ്പൊ തന്നെ അതിന് USDT നമ്മുടെ വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞു. റിയൽ ടൈം ബൈ ആൻഡ് സെൽ. ഒരു ഹെഡേക്കും ഇല്ല, ആർക്കും എങ്ങും പോകണ്ട. പ്ലാറ്റ്ഫോം തന്നെ അതിനുള്ള ഫെസിലിറ്റി ഒരുക്കി തരുന്നു. കാരണം കൃത്യമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് 43% ഈ സിസ്റ്റം പേ ഔട്ടിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഈ പേ ഔട്ട് റിയൽ ടൈം ആണ്. നമ്മളൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നമുക്ക് വരുമാനം കിട്ടും. ആ സെക്കൻഡിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. ആ സെക്കൻഡിൽ ഒരു സർവീസ് ചാർജും ഇല്ലാതെ ആ വരുമാനം നമ്മുടെ വാലറ്റിൽ കിട്ടും. അത് $1 ആണെങ്കിൽ $1. സുഹൃത്തുക്കളെ, ഈ ആശയത്തിന്റെ പവർ തിരിച്ചറിഞ്ഞാൽ നമുക്കിനി വേറൊന്നും വേണ്ട എന്ന ചിന്തയിലേക്ക് നമ്മൾ വരും. ഇതിനെ ഈസി ആയിട്ട് ടീമായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടം ടെതർ ഓഷന്റെ കാലഘട്ടമാണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. കാരണം ഇന്ന് സംഭവിച്ചതുപോലെ ഒരു മാർക്കറ്റ് ക്രാഷ് ടെതർ ഓഷനിൽ ഉണ്ടാകില്ല. ഒരു മാസീവ് സെല്ലിംഗ്, ഒരു പാനിക് സെല്ലിംഗ് വന്നു. എന്നാൽ പോലും വില കൂടുതലാതെ കുറയില്ല. ഈ സിസ്റ്റത്തെ നമുക്കൊന്ന് വിശ്വസിക്കാൻ, ഏറ്റെടുക്കാൻ പറ്റിയാൽ ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറും $20 ഉണ്ടെങ്കിൽ പാർട്ടായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക സെറ്റപ്പ് ഇല്ലാത്ത ഒരാളാണ്. ഇന്ന് കർണാടകയിൽ നിന്നൊരു ലീഡർ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ഫ്യൂച്ചർ ട്രേഡിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന $4800 ലിക്വിഡൈസ് ചെയ്ത് പോയെന്നാ പറഞ്ഞത്. $4800 ഫ്യൂച്ചർ ട്രേഡിൽ ലിക്വിഡൈസ് ചെയ്ത് പോയത്. നഷ്ടം $4800. ഒന്ന് ചിന്തിച്ചു നോക്കി. അദ്ദേഹത്തിന് ഒരുപക്ഷെ എൻട്രി വയ്ക്കാൻ $20 മതി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് എൻട്രി വയ്ക്കാൻ പറ്റും, അല്ലെ? 21, 25, 30, 40, 50, 60 എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറാം. $1000 ആണ് സിംഗിൾ ബൈ ആയിട്ട് വെച്ചിരിക്കുന്ന മാക്സിമം എമൗണ്ട്. ഒരു $5000 ആൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ $1000 കൊണ്ട് ആദ്യം വാങ്ങണം, വീണ്ടും $1000 കൊണ്ട് വാങ്ങണം, വീണ്ടും വാങ്ങണം, അങ്ങനെ 5 പ്രാവശ്യമായിട്ട് വാങ്ങണം. അങ്ങനെ എന്താ കാരണം എന്നറിയോ? ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും ബൈ പ്രൈസും സെൽ പ്രൈസും സെറ്റ് ആകും. അപ്പൊ അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ പുതിയ ബൈ പ്രൈസിലേ വാങ്ങാൻ പറ്റൂ. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന കോയിന്റെ എണ്ണം കൂടെ കുറയുന്നുണ്ട്. സോ മാർക്കറ്റ് സപ്ലൈ എത്ര വലിയ ജയന്റ് വന്നാലും, എത്ര വലിയ മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നാലും അവർക്ക് മാർക്കറ്റ് സപ്ലൈയിലൂടെ കിട്ടേണ്ട കോയിൻ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കണം. ആ സപ്ലൈ കുറയ്ക്കാവുന്ന തിയറി വളരെ ബ്രില്യൻ്റ് ആയിട്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട്. എത്ര എമൗണ്ട് കൊണ്ട് നമ്മൾ വന്നാലും ഇൻസ്റ്റന്റ് ആയിട്ട് അതിന് 35% വിലയുള്ള കോയിൻ കിട്ടിയിട്ടുണ്ടാകും. അതായത് 35% നിന്നും ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും 0 സ്റ്റാർട്ട് ചെയ്യേണ്ട വരികയാണ്. പക്ഷെ ഇവിടെ 35% സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് ഒരിക്കലും താഴെ പോകില്ല. അവിടെ നിന്ന് 36, 37, 38, 100, 200, 300, 400 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയാകുക? നമ്മൾ വാങ്ങിയ അടുത്ത സെക്കൻഡിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, അത് ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, നമ്മുടെ കോയിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. 100 ട്രാൻസാക്ഷൻ 100 പ്രാവശ്യം വില മാറിയിട്ടുണ്ടാകും. 1000 ട്രാൻസാക്ഷൻ 1000 പ്രാവശ്യം വില മാറിയിട്ടുണ്ടാകും. സോ ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ്. ഇവിടെ 2 ലിമിറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ 2 ലിമിറ്റ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആണ്. ഒന്ന് കോയിൻ സെല്ലിംഗ് ലിമിറ്റ് ആണ്. നമ്മുടെ പാക്കേജ് എത്രയോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിനെ നമുക്ക് വിൽക്കാൻ സാധിക്കും. ഈ ലിമിറ്റ് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്ത് ബില്യണേഴ്സ് ഒക്കെ ആവാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം, $1,00,000 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹം കാത്തിരുന്നു, $10,00,000 വില എത്തുന്നവരെയും കാത്തിരുന്നു. എന്നിട്ട് $10,00,000 അദ്ദേഹം വിഡ്രോ ചെയ്യുന്നു. $10,00,000 വിഡ്രോ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാക്കേജ് $1,00,000 ഉള്ളൂ. $2,00,000 തുല്യമായിട്ട് അദ്ദേഹത്തിന് വിൽക്കാൻ സാധിക്കൂ. ബാക്കി 8,00,000 വിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സെല്ലിംഗ് ലിമിറ്റ് കൂട്ടണം. എങ്ങനെ കൂട്ടാം? വീണ്ടും വാങ്ങണം. അപ്പൊ $10,00,000 വിഡ്രോ ചെയ്യാൻ $5,00,000 അദ്ദേഹം ബൈ ചെയ്ത് ടോപ്പ് ചെയ്യണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. കാരണം $1,000 സിംഗിൾ ബൈ. അപ്പോ എത്ര ട്രാൻസാക്ഷൻ ചെയ്താലാണെന്ന് ആലോചിച്ച് നോക്കി ഈ $10,00,000 വിഡ്രോ ചെയ്യാൻ സാധിക്കുക. എത്ര പ്രാവശ്യം ടോപ്പ് ചെയ്യുന്നുണ്ടോ അത്രയും പ്രാവശ്യം സെല്ലും ചെയ്യുന്നുണ്ടാകും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കൂടുമ്പോൾ ആ ഒരാൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ മാത്രം ഈ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കി എല്ലാവർക്കും കോയിൻ പ്രൈസ് അത്രയും പ്രാവശ്യം കൂടും. അദ്ദേഹം 100 ട്രാൻസാക്ഷനിലൂടെയാണ് സംഭവിച്ചെങ്കിൽ 100 ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിൽ വില കൂടാൻ വേണ്ടി സഹായിക്കുമെന്നാണ് ഈ സിസ്റ്റം പറയുന്നത്. ഇനി ചില ആൾക്കാരെല്ലാം നെറ്റ്വർക്ക് മാത്രം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ?
അപ്പൊ ഞാനൊക്കെ ആ കാറ്റഗറിയാണ്. എനിക്ക് വലിയ കോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കോയിൻ വാങ്ങി വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. എന്നാൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. എന്റെ അസറ്റ് അതാണ്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന, വിളിച്ചാൽ ഒന്ന് വരാൻ തയ്യാറാക്കുന്ന, ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇന്ന് മാർക്കറ്റിലുണ്ട്. ആ മാർക്കറ്റിലുള്ള ആളുകളെ ഞാൻ വിളിക്കുമ്പോൾ, അവരോട് ആശയം ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പറയാൻ രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അങ്ങനെ യെസ് പറയുന്ന ആൾക്കാരെ ഞാൻ കൂടെ കൂട്ടി. ഞാൻ $20 സ്റ്റാർട്ട് ചെയ്തത്. ഇമാജിൻ ചെയ്യും. ഞാൻ എന്നിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്തപ്പോൾ ഒരു $10,000 സമ്പാദിച്ചു. പക്ഷെ സിസ്റ്റം പറയുന്നു എന്റെ പാക്കേജിന്റെ 3 ഇരട്ടി മാത്രമേ എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. $10,000 സമ്പാദിച്ചാൽ അത് വിഡ്രോ ചെയ്യണമെങ്കിൽ എനിക്ക് വീണ്ടും റീബൈ ചെയ്തേ പറ്റൂ. എന്റെ ലിമിറ്റ് കൂട്ടിയേ പറ്റൂ. ഇപ്പൊ $20 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇന്ന് വർക്ക് ചെയ്തു ഇന്ന് തന്നെ $10,000 ഉണ്ടാക്കി. അതൊക്കെ പറ്റൂ. അതൊക്കെ പറ്റും. കാരണം സിസ്റ്റത്തിൽ ഒരു കണ്ടീഷനും സിസ്റ്റം വച്ചിട്ടില്ല. നമ്മൾ ബിസിനസ് ടേൺ ഓവർ വയ്ക്കാൻ തയ്യാറാണോ അത്രയും വരുമാനം ഇന്ന് തന്നെ എടുക്കാം. അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് പാക്കേജിന്റെ 3 ഇരട്ടി വിഡ്രോ ചെയ്യാം. ഇപ്പോൾ $20 ചെയ്തിട്ടുണ്ടെങ്കിൽ $60 വിഡ്രോ ചെയ്യാം. ആ $60 എനിക്ക് വാലറ്റ് കിട്ടും. ഞാൻ $60 ടോപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ 3 ഇരട്ടി $150 വിഡ്രോ ചെയ്യാം. ആ $150 അപ്പൊ തന്നെ ടോപ്പ് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് അതിന്റെ 3 ഇരട്ടി $540 എനിക്ക് വിഡ്രോ ചെയ്യാം. അങ്ങനെ ടോപ്പ് ചെയ്ത് വിഡ്രോ ചെയ്ത് എനിക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഇന്ന് ദിവസം എനിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓരോ ടോപ്പും എനിക്ക് വീണ്ടും വീണ്ടും കോയിൻ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. കോയിന്റെ അപ്രീസിയേഷൻ വേറെ കിട്ടിക്കൊണ്ടിരിക്കും. സോ സുഹൃത്തുക്കളെ, ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആണ്. ഈ ആശയത്തിന്റെ പവർ തിരിച്ചറിഞ്ഞാൽ, ഈ സിസ്റ്റം തരുന്ന പാസീവ് ഇൻകം സോഴ്സിലേക്ക് നമ്മുടെ മനസ്സിനെയും കണ്ണിനെയും കൊണ്ടുവന്നാൽ വേറൊരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇനി പോകേണ്ട ആവശ്യം വരില്ല. ഈ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് അപ്രീസിയേഷൻ നമ്മുടെ വിർച്വൽ കോയിൻ തന്നെയാണ്. എത്രമാത്രം കോയിൻ നമ്മുടെ കയ്യിലുണ്ടോ ആ കോയിൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയം അത്രയും അതിന് വില കയറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഇൻകം ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. ഓരോ ദിവസവും ഉച്ചയ്ക്ക് 1:30 ഒരു കാൽക്കുലേഷൻ സിസ്റ്റം എടുക്കുന്നുണ്ട്. ആ സമയം വരുന്ന ടേൺ ഓവറിന്റെ 4% ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് സിസ്റ്റം കൊടുക്കും. ഏറ്റവും മിനിമം എന്ന് പറയാൻ കാരണം അതിലേക്ക് വരുന്ന വേറൊരു ഫണ്ട് ഉണ്ട്. അൺപെയ്ഡ് കമ്മീഷൻ വിൽ ബി ആഡഡ് ടു ഇൻവെസ്റ്റ്മെന്റ് പൂൾ. അപ്പൊ കമ്മീഷൻസ് കൊടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതാരാ, അത് നമുക്ക് പഠിക്കാം. ആ എമൗണ്ടും കൂടി ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് വരും. ഏകദേശം 8% വരെ ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വരെ കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ അത് കിട്ടുന്നത് ആർക്കാണെന്നറിയോ? 100 ചെയ്തവർക്ക്, 500 ചെയ്തവർക്ക്, 1000 ചെയ്തവർക്ക്. അത് സിംഗിൾ പേ ആയിട്ട് ചെയ്യണം. ഇപ്പൊ 20 അങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് 100 ആയാൽ ഒരിക്കലും പൂൾ ഇൻകം കിട്ടത്തില്ല. 100 കൊണ്ട് സിംഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്യണമെന്നില്ല. ടോപ്പ് ചെയ്ത് പോയപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് 100 ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഒരു 500 ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഒരു 1000 ചെയ്താൽ മതി. അങ്ങനെ $1,600 നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം കിട്ടും. $1,600 കിട്ടുന്നത് വരെ. അത് കിട്ടുന്നത് ടേൺ ഓവർ എത്രയെന്ന് നോക്കും. ഓരോന്നിനും പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പോയിന്റ് എത്രയാന്ന് നോക്കും. ഒരു പോയിന്റിന്റെ വില കണ്ടുപിടിക്കും. അതായിരിക്കും അന്നത്തെ ഇൻകം. അങ്ങനെ എല്ലാ ദിവസവും ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നവരെ ഒരു 1x അതിൽ കൂടെ സമ്പാദിക്കാം. രണ്ടാമത്തെ ഒരു മാർഗമാണ് ലെവൽ ഇൻകം. അൺലിമിറ്റഡ് ലെവലിൽ ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൽ ആദ്യത്തെ 10 ലെവലിലേക്ക് 23% മാറ്റി വെച്ചിട്ടുണ്ട്. മൊത്തം 43% ഇൻകം അല്ലെ. അതിൽ 4% പൂൾ ഇൻകത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മിനിമം. അതുകൂടാതെ 23% ലെവൽ ഇൻകം, അപ്പൊ 27 ഒരു 16% റാങ്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ 43%. നോക്കൂ, വളരെ സിമ്പിൾ ആണ് ഇതിന്റെ കാൽക്കുലേഷൻ. ഒരുപാട് വലിയ ഹെഡേക്ക് ഒന്നുമില്ല. ലെവൽ ഇൻകം നോക്കൂ. ലെവൽ 1ൽ 10% ഉണ്ട്. അതായത് നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന എല്ലാവരിൽ നിന്നും അവരെടുക്കുന്ന പാക്കേജിന്റെ 10% നമുക്ക് ഇൻകം കിട്ടും. അവർ എത്ര പ്രാവശ്യം ടോപ്പ് അപ്പ് ചെയ്യണ്ടോ ആ ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ എല്ലാം ആ വരുമാനം കിട്ടും. ലെവൽ 2ൽ നിന്ന് 3% കിട്ടും. ലെവൽ 3, 4, 5 ഈ 3 ലെവലിൽ നിന്ന് 3, 4, 5 എന്ന് പറയുന്ന 4 ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2% വീതമാണ്. ആ 2% കിട്ടാൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ പാക്കേജ് $50 ആയിരിക്കണം. 5 ഡയറക്റ്റ് റെഫറൽ ഉണ്ടാകണം. ഡയറക്റ്റ് റെഫറലിലൂടെ കിട്ടുന്ന ബിസിനസ് $250 ബിസിനസ്സും ആയിരിക്കണം. അപ്പൊ അത് 5 ബിസിനസ് തന്നെ ആവണമെന്നില്ല കേട്ടോ. 6, 7, 8, 10 എത്ര ഉള്ളാവാം. പക്ഷെ $250 ഡയറക്റ്റ് ബിസിനസ് ഉണ്ടാകണം. അപ്പോ ഞാൻ ഒരു എനെ സ്പോൺസർ ചെയ്തു, എ ബിനെ സ്പോൺസർ ചെയ്തു, ബി സിനെ സ്പോൺസർ ചെയ്തു. എ എന്റെ ഫസ്റ്റ് ലെവലാണ്, ബി എന്റെ സെക്കൻഡ് ലെവലാണ്, സി എന്റെ തേർഡ് ലെവലാണ്. പക്ഷെ ഞാൻ എനെ മാത്രമേ സ്പോൺസർ ചെയ്തിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും സി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം എനിക്ക് കിട്ടൂല. അതാണ് അൺപെയ്ഡ് ഇൻകം എന്ന് സിസ്റ്റം സൂചിപ്പിക്കുന്നത്. ഇത് നേരെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് പൂളിൽ പോകും. അപ്പൊ ഓരോ ദിവസവും ഇൻവെസ്റ്റ്മെന്റ് പൂളിലെ ഇൻകം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് കണ്ടീഷൻ മാറ്റിയാൽ മതി. പക്ഷെ നോർമലി നമ്മൾ ബിസിനസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ കംപ്ലീഷൻ സിമ്പിൾ ആയിട്ട് കവർ ചെയ്ത് പോകാൻ ഈസിയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ $20 എൻട്രി എടുത്ത് പോകുന്ന ഒരാളാണ് എങ്കിൽ $20 എത്ര എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 13 എൻട്രി എടുത്താൽ $250 ആയില്ലേ? $260 ആവും. ശരിയല്ലേ?
സിമ്പിൾ ആണ്. ഏറ്റവും മിനിമം പാക്കേജിൽ പോലും ഈ കണ്ടീഷനിലേക്ക് എത്താൻ ഈസിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാക്കേജ് അപ്ഗ്രേഡ് ചെയ്ത് $50 എത്താൻ നമുക്ക് ഈസി ആയിരിക്കും. ഇനി 6, 7, 8 ലെവലിൽ കിട്ടാൻ 1% സിസ്റ്റം പറയുന്നത്. $100 നമ്മുടെ പാക്കേജ് മാറണം. 5 ഡയറക്ട് റെഫറലും $500 ഡയറക്ട് ബിസിനസ് വോളിയം ഉണ്ടാകണം. എങ്കിലാണ് 6, 7, 8 ലെവലിലുള്ള ഇൻകം കിട്ടും. 1% വീതം കിട്ടും. 9, 10 ലെവലിൽ 0.5% വീതം ഉണ്ട്. അതിന് പ്രത്യേകിച്ച് അഡീഷണൽ ക്രൈറ്റീരിയ ഒന്നുമില്ല. നിലവിൽ ക്വാളിഫൈ ചെയ്ത ക്രൈറ്റീരിയ തന്നെ അതിനും യൂസ്ഫുൾ ആണ്. അപ്പോ 1 മുതൽ 10 വരെയുള്ള ലെവലിൽ ഈ രൂപത്തിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി റാങ്ക് ക്വാളിഫൈ ചെയ്താണ്ടല്ലോ ഫസ്റ്റ് ലെവലിൽ ഇൻകം തന്നെ വീണ്ടും കൂടും. കാരണം റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ സിൽവർ റാങ്കിൽ 4% ഇൻകം ഉണ്ട്. അപ്പൊ സിൽവർ റാങ്ക് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ 10% സ്ഥാനത്ത് 10 + 4 14% കിട്ടും. സെക്കൻഡ് ലെവലിൽ 3% സ്ഥാനത്ത് 3 + 4 7% കിട്ടും. 3, 4, 5 ലെവലിൽ 2% സ്ഥാനത്ത് 6% കിട്ടും. കണ്ടോ, റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലെവലിലെ ഇൻകം കൂടുകയാണ്. ഓരോ ലെവലിലെ ഇൻകം കൂടുകയാണ്. ഈ പ്ലാന്റെ ബ്യൂട്ടി എന്ന് ആലോചിച്ച് നോക്കിയാൽ 10ാമത്തെ ലെവലില് 0.5% സ്ഥാനത്ത് 4.5% എന്ന് വെച്ചാൽ 10ാമത്തെ ലെവലിലൊക്കെ എത്രമാത്രം ആൾക്കാരുണ്ടാവും. അത്രയും ആളുകളിലൂടെ വരുന്ന ബിസിനസ് വോളിയത്തിലൂടെ ഒരു ദിവസം നമ്മളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന ഇൻകം എത്രയായിരിക്കും? ഇതൊന്ന് കണക്കൂട്ടി നോക്കി. വളരെ അട്രാക്റ്റീവായ ഒരു ബിസിനസ് പ്ലാൻ ആണ് ക്ഷേത്രവർഷം മുന്നോട്ട് വെക്കുന്ന അഫിലിയേറ്റ് ഇൻകം പ്ലാനിലുള്ളത്. റാങ്ക് ക്വാളിഫൈ ചെയ്യാനും ഈസിയാണ്. പ്രത്യേകിച്ച് ഡയറക്ട് ബിസിനസിന്റെ കണ്ടീഷൻ ഒന്നും അവിടെ ഇല്ല. കാരണം ഓൾറെഡി നമ്മൾ അത് കവർ ചെയ്ത കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. $100, 5 ഡയറക്ട് സ്പോൺസർഷിപ്പ്, $500 ബിസിനസ്. പക്ഷെ ടോട്ടൽ ടീം വോളിയം $5000 എത്തണം. അത് എത്രാമത്തെ ലെഗിൽ നിന്നാണെങ്കിലും പ്രശ്നമില്ല, ഒരു ലൈനിൽ നിന്നാണെങ്കിലും പ്രശ്നമില്ല. $5000 ടോട്ടൽ ബിസിനസ് വോളിയം ഉണ്ടായാൽ മതി. അതായത് ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ $100 ഐഡിയ എടുത്തു, $1000 5 പേരെ റെഫർ ചെയ്തു, ഞാൻ സിൽവറായി. അത്രയും സിമ്പിൾ ആണെന്നേ. പക്ഷെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് മാത്രം, ഒന്ന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് മാത്രം. ഗോൾഡ് റാങ്കിൽ എത്താൻ സിസ്റ്റം പറയുന്നത് 2 സിൽവർ, ഇപ്പൊ കുറെ ലെഗ് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും, അതിൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ക്രിയേറ്റ് ചെയ്യുക. ഒരു സിൽവർ എന്ന് പറഞ്ഞാൽ $5000 ബിസിനസ് ആണ്. ഇപ്പൊ 2 സിൽവർ എന്ന് പറഞ്ഞാൽ $10000 ബിസിനസ് ആയി. മൊത്തം $25000 ബിസിനസ് ഉണ്ടെങ്കിൽ ഗോൾഡ് റാങ്ക് ആയി. 8% നമ്മുടെ ഇൻകം മാറും. അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്നാണ് ഇൻകം 8% കിട്ടുന്നത്. ഒപ്പം ആദ്യത്തെ 10 ലെവലിൽ എങ്ങനെ വരും? ലെവൽ 1ൽ 10 + 8 18% ആവും. ലെവൽ 2ൽ 3 + 8 11% ആവും. ലെവൽ 3, 4, 5ൽ 2 + 10 10% ആവും. ഓരോ ലെവലിലെയും ഇൻകം കൂടുകയാണ്. ഗോൾഡിലെത്തുമ്പോൾ, എമറാൾഡിൽ എത്തുമ്പോൾ സിസ്റ്റം പറയുന്നത് 2 ഗോൾഡിനെ ക്രിയേറ്റ് ചെയ്യുക, $1,00,000 ബിസിനസ് ചെയ്യുക. ഒരു ഗോൾഡ് $25,000 ബിസിനസ് ആണ്. 2 ഗോൾഡ് വന്നിട്ട് $50,000 ബിസിനസ് വന്നു കഴിഞ്ഞു. ബാക്കിയുള്ള ലെഗിലൂടെ $5000 $50,000 ബിസിനസ് ഉണ്ടെങ്കിൽ എമറാൾഡ് റാങ്ക് ആയി. 12% നമ്മുടെ ഇൻകം മാറും. ഡയമണ്ട് ആകാൻ 2 എമറാൾഡ് ക്രിയേറ്റ് ചെയ്യുക, $5,00,000 ബിസിനസ് ചെയ്യുക. 2 എമറാൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ $2,00,000 ബിസിനസ് ആയി കഴിഞ്ഞു. ബാക്കി $3,00,000 ബിസിനസ് കണ്ടെത്തിയാൽ ഡയമണ്ട് ആയി. ഇതിനൊന്നും ഒരു സമയപരിധി ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അട്രാക്ഷൻ. നമ്മൾ എപ്പോ ബിസിനസ് വോളിയത്തിൽ എത്തുന്നു അപ്പൊ എമറാൾഡ് റാങ്ക് ആയി, എപ്പോ എത്തുന്നു ഡയമണ്ട് റാങ്ക് ആയി. ആയാൽ വരുമാനം കൂടി. സുഹൃത്തുക്കളെ, ഈ ആശയത്തിന്റെ പവർ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ഈ ആശയം നമ്മുടെ ലൈഫിൽ ഒരു മിറാക്കിളാണ്. വളരെ ബ്രില്യന്റ് ആയിട്ടാണ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്ര ഇൻകം വരുന്നുണ്ടോ അതിന്റെ 100% ഡിസ്ട്രിബ്യൂഷന്റെ പാക്കേജ് നമുക്ക് കൈവെള്ളയിലെ രേഖ പോലെ കണ്ടെത്താൻ സാധിക്കും. ആ എമൗണ്ട് ഉപയോഗിച്ച് ഓരോ ലെവലിലും ഇൻകം കൊടുക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ നമുക്ക് 100% അടിവരയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനിങ് ടെതറോഷൻ നമുക്ക് കാണുന്നു. ലിക്വിഡിറ്റി പൂളിലേക്ക് 52% പോകുന്നു, 5% അഡ്മിൻ ഫണ്ടിലേക്ക് പോകുന്നു, ബാക്കി 43% അഫിലിയേറ്റ് ഇൻകത്തിലേക്ക് പോകുന്നു. അതും ഫസ്റ്റ് ലെവലിൽ, ഫസ്റ്റ് 10 ലെവലിൽ 23%, റാങ്കിലേക്ക് 16%, ഇൻവെസ്റ്റ്മെന്റിലേക്ക് 4%. കൃത്യമായ ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റിൻ. ഈ ടെക്നോളജിയെ നമ്മുടെ കയ്യിലേക്ക് ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? വുഡ പ്രോജക്റ്റ് നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും, തർക്കമില്ല. തീർച്ചയായും ലോകം മുഴുവൻ ടെതർ കോഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം വുഡ 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 എന്ന് ലോകത്ത് എല്ലായിടത്തും ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് കാലം മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് മാറാൻ നമുക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത സുഹൃത്തിനെ വിളിക്കുക. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുക. $20 മാത്രമാണ് അതിന്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം. സോ ആ തടസ്സത്തെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഉറപ്പായിട്ടും $20 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, $100 സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് 100% നിങ്ങൾ ഉറപ്പിച്ചു പറയണം, ഈ സിസ്റ്റത്തിൽ $1000 ബിസിനസ് എടുത്ത് ഞാൻ പോകും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയാമോ? അച്ചീവ്മെന്റ് ആണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മാർക്കറ്റ് മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത് അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ്. അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സിസ്റ്റമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു വൈറ്റ് പേപ്പറിൽ എത്ര കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന, എഴുതി തയ്യാറാക്കി കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ
പിന്നെ അതിന് വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളയുക എന്നുള്ളത് ബുദ്ധിപരമായ കാര്യമല്ല. സോ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി